നമസ്കാരം. ഞങ്ങളോട് പലപ്പോഴും പല ക്ലയൻസും പുതിയ ക്ലയൻസ് വരുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത്. പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങുകയാണ്. നമുക്ക് ഒരു വരുമാനം വരുന്നു, ആ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത തുക നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളിലേക്ക് അലോക്കേഷൻ കൊടുത്തു പോകുന്നു. ആ ഒരു ജേണി നമ്മൾ പോകുന്നു. ഒരു 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങുന്നത്. അത് 1 വർഷമോ 2 വർഷമോ അത് കൃത്യമായിട്ട് പോയി ഒരു എമൗണ്ട് ക്രിയേറ്റായി. പക്ഷേ ആ ഒരു ടൈമിൽ നമുക്കൊരു മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും വരികയാണ്. ഇപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ആളെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നവർക്കോ ഒരു മെഡിക്കൽ എമർജൻസി വന്നു. അന്ന് അവർക്കൊരു മെഡിക്കൽ പ്രൊട്ടക്ഷൻ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് അവർ തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ആ എമൗണ്ട് പോരാതെ വരും. എക്സ്ട്രാ എമൗണ്ട് സോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോണോ മറ്റു കാര്യങ്ങളോ നോക്കേണ്ടതായിട്ടും വരും. ഇന്നത്തെ കാലത്ത് മെഡിക്കൽ എക്സ്പെൻസുകൾ സാധാരണ ഒരു ഇൻഫ്ലേഷൻ റേറ്റിനേക്കാൾ കൂടുതലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ പ്രൊട്ടക്ഷൻ നമ്മൾ കമ്പൽസറി എല്ലാവരോടും തന്നെ എടുത്തു വയ്ക്കാൻ പറയും. അപ്പോൾ മെഡിക്കൽ പ്രൊട്ടക്ഷൻ എടുക്കുമ്പോൾ എല്ലാവരും നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തിക്ക് മാത്രം പോരാ, ആ വ്യക്തിയെ ആരൊക്കെയാണോ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നത്, അത് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടി പ്രൊട്ടക്ഷൻ, മെഡിക്കൽ പ്രൊട്ടക്ഷൻ നമ്മൾ കവറേജ് ലിമിറ്റിൽ പെടുത്തുക എന്നുള്ളത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഒരു സഫീഷ്യൻ്റ് എമൗണ്ട് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ജേണി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ തുടങ്ങിയാലും അത് നമ്മളുടെ ഗോളിലെത്തുന്നതിന് മുമ്പ് ഒരു സിറ്റുവേഷൻ ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് ബ്രേക്ക് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. ഇത് സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഒരു 2 വർഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ ഒരു ഗ്രോത്തോടു കൂടി ഒരു എമൗണ്ട് എത്തിയിട്ടുണ്ടാവും. അത് നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് റിഡംഷൻ അടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉദാഹരണത്തിന് ഒരു 10 വർഷത്തെ ഒരു ടൈം ഫ്രെയിമിലുള്ള ഗോളാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളുടെ മുമ്പിലേക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വെറും 8 വർഷം മാത്രമേ ഉള്ളൂ. ആ 8 വർഷം കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും ചിലപ്പോൾ കൂടുതലായിട്ട് അലോക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിങ്ങുകൾ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റങ്ങൾ വരാം. ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുള്ളത്, നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് കമ്പൽസറി ആയിട്ട് തന്നെ നിങ്ങളൊരു മെഡിക്കൽ പ്രൊട്ടക്ഷൻ, നിങ്ങൾക്കും നിങ്ങളെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്നവർക്കും ഫാമിലി മെമ്പേഴ്സിനും കൂടി ഒരു കവറേജ് കിട്ടുന്ന രീതിയിൽ നല്ലൊരു മെഡിക്കൽ പ്ലാൻ എടുത്തു വയ്ക്കുക. ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇമീഡിയറ്റ്ലി നമുക്കൊരു പ്രൊട്ടക്ഷൻ്റെ ഇത് ക്ലെയിം ചെയ്യേണ്ട ആവശ്യകതകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം. ഫ്യൂച്ചറിലായിരിക്കും ചിലപ്പോൾ ആവശ്യകത വരുന്നത്. പക്ഷേ നമ്മൾ എത്രയും നേരത്തെ എടുത്തു വയ്ക്കുന്നു, അപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ മെഡിക്കൽ കേസുകളും കംപ്ലീറ്റ്ലി കവേർഡ് ആവുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഏത് മെഡിക്കൽ പോളിസികൾ എടുക്കുമ്പോഴും അവർക്ക് കമ്പനിയുടെ കുറേ നോംസ് ഉണ്ട്. കുറേ അസുഖങ്ങൾക്ക് ഒരു വർഷം 2 വർഷത്തേക്ക് കാലയളവിലേക്ക് ലോക്കിനായിരിക്കും. അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ അത് എടുത്തു വയ്ക്കുന്നോ ആ ലോക്കിനും നമുക്ക് കവർ ചെയ്ത് കിട്ടും. അതുകൊണ്ട് തന്നെ മെഡിക്കൽ പ്രൊട്ടക്ഷൻ എപ്പോഴും തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അതിന് മുമ്പായിട്ട് നല്ലൊരു മെഡിക്കൽ പ്ലാൻ, നിങ്ങൾ നല്ലൊരു പ്രൊട്ടക്ഷൻ പ്ലാൻ എടുത്തു വയ്ക്കുക. ഇതുപോലെ തന്നെ കമ്പൽസറി ആയിട്ട് പറയുന്ന മറ്റൊരു പ്രൊട്ടക്ഷൻ പ്ലാനാണ് ലൈഫ് പ്രൊട്ടക്ഷൻ. കാരണം പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ പ്രാക്ടിക്കലി തന്നെ ഇവിടെ ഞങ്ങളുടെ ചില ക്ലയൻസിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അവർ ഇന്നത്തെ കാലത്ത് പലരും വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ആവശ്യമായൊരു കാര്യമാണ്. പലരും വീട് നിർമ്മിക്കാൻ പോകുന്നത് തന്നെ കയ്യിൽ സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കുറച്ച് എമൗണ്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ബാക്കി എമൗണ്ട് അവർ ഒരു ഹോം ലോണോ ആ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഹോം ലോൺ എടുത്തിരിക്കുകയാണ് ഒരു വ്യക്തി, 60 ലക്ഷം രൂപയുടെ ഹോം ലോൺ എടുത്തു. അപ്പോൾ അയാൾ അതിൻ്റെ EMI അടച്ചു പോകുന്നു, കാര്യങ്ങളെല്ലാം ഇതായിക്കൊണ്ട് പോകുന്നു. ഈ പറഞ്ഞ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 60 ലക്ഷത്തിൻ്റെ ബാധ്യത ആ വ്യക്തിയുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ ലൗഡ് വൺസിനോ ഡിപ്പെൻഡൻസിനോ വരികയാണ്. ആ വീട് പണി കഴിഞ്ഞ് അവർ താമസമൊക്കെ തുടങ്ങി സന്തോഷത്തോടെ താമസിച്ച് തുടങ്ങി ഇത് പോകുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ആപത്ത് വരുന്നത്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് അവരുടെ ആ ഫാമിലിയുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നമൊക്കെ ആയിരുന്നിരിക്കാം. ഇത് ചിലപ്പോൾ അന്ന് ഈ വ്യക്തിനെ മാത്രമാണ് ഫിനാൻഷ്യലി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ അഭാവത്തിൽ ഇതിനേക്കുള്ള എമൗണ്ട് അടയ്ക്കുന്നത്, EMI അടയ്ക്കുന്നത് നടക്കാതെ വരും. അപ്പോൾ ഇവർക്ക് ഈ വീട് അല്ലെങ്കിൽ ഈ ഒരു ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ലോണോ ലയബിലിറ്റികളോ കാര്യങ്ങളോ എത്രയാണോ നിങ്ങൾക്ക് ഉള്ളത് അതുകൂടി കവറേജ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ളൊരു ലൈഫ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എടുത്തു വയ്ക്കാൻ ശ്രമിക്കുക. നമ്മളുടെ മക്കൾ അങ്ങനെയുള്ളവരുടെ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഗോൾസുകൾ കാര്യങ്ങളുണ്ടാവും.
അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ അഭാവത്തിൽ എൻ്റെ ഫാമിലിയുടെ ഇതുപോലെ വരുന്ന ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നീഡ്സ് ബ്രേക്ക് ആവാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ആ രീതിയിലുള്ളൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് പ്രൊട്ടക്ഷൻ നമ്മളെപ്പോഴും എടുത്ത് വയ്ക്കും. അത് ഓരോ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെ ഗോളുകളോ അല്ലെങ്കിൽ ലയബിലിറ്റി എമൗണ്ടോ അനുസരിച്ചിട്ട് ഈ പ്രൊട്ടക്ഷൻ എമൗണ്ട് വ്യത്യസ്തമായിരിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണോ അതിന് ആ ഒരു എമൗണ്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾ എടുത്തു വയ്ക്കുക. കഴിയുന്നതും നല്ലൊരു ടേം ഇൻഷുറൻസ് എടുക്കാൻ നോക്കുക. ടേം ഇൻഷുറൻസ് എടുക്കുമ്പോഴുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ചെറിയ തുക മാത്രമേ നിങ്ങൾ പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരികയുള്ളൂ. പക്ഷേ ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് കമ്പൽസറി നിങ്ങൾ ഈ പറഞ്ഞ 2 പ്രൊട്ടക്ഷൻ പ്ലാനുകൾ, ഒന്ന് മെഡിക്കൽ ഇൻഷുറൻസ്, പിന്നെ ഒന്ന് ടേം ഇൻഷുറൻസ്, ഇതുപോലത്തെ ഒരു പ്ലാനുകൾ എപ്പോഴും നിങ്ങൾ എടുത്ത് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകളോ കാര്യങ്ങളോ ഉള്ള ഒരു ജേണിയിലേക്ക് പോകാനാണ് ഞങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗോളിലേക്കുള്ള യാത്ര ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വന്നാൽ നമ്മളവിടെ സ്റ്റക്കാവുകയും നമ്മളുടെ ഫിനാൻഷ്യൽ അലോക്കേഷനോ അല്ലെങ്കിൽ ബഡ്ജറ്റിങ്ങോ കാര്യങ്ങളോ എല്ലാം തന്നെ തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പ്ലാൻ എല്ലാവരും എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ബ്രേക്ക് ആവാതെ തുടങ്ങാൻ ശ്രമിക്കുക. എല്ലാവരുടെയും ഈ പ്രൊട്ടക്ഷൻ പ്ലാനുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് നല്ലൊരു കവറേജ് പ്രൊട്ടക്ഷൻ കാൽക്കുലേഷനൊക്കെ നടത്തി എടുക്കുക. എന്തുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ പെൻഡാക്ട് സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യുക.